കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സൗഹൃദ സദസ്സ് തൃശൂർ ജില്ലയിൽ ഇന്നും തുടരും. മണലൂർ, ഏങ്ങണ്ടിയൂർ, എളവള്ളി, ഗുരുവായൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് പരിപാടി സംഘടിപ്പിക്കുന്നത്. നാളെയും പരിപാടി തുടരും. നാളെ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസേലിക്കയിലും കേന്ദ്ര സഹമന്ത്രി സന്ദർശനം നടത്തും. അർജുൻ മട്ടന്നൂരോട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ, രാവിലെ കലിംഗ് സംവാദത്തിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയോ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. രാവിലെ എവിടെയാണ് പരിപാടി? ഇനിയിപ്പോൾ ഈ കലിംഗ് സന്ദർശനം നടന്ന രണ്ട് സ്ഥലങ്ങളിലും അത് വലിയ വിവാദമായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്താണ് സുരേഷ് ഗോപി പറയുന്നത്? ഇനിയിപ്പോൾ പരാതിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നാൽ ഈ പരാതി കൊടുക്കുന്നവരും ഒന്ന് നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നു. സുരേഷ് ഗോപിയും കുറച്ച് കരുതലോടെ പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ അല്ലേ അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, വികസനം ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ, അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ കലുങ്ക് സംവാദ സൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ സംഘടിപ്പിക്കുന്നത് ഈ മണലൂർ മണ്ഡലത്തിലുള്ള പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ കാണുന്ന സ്ഥലത്താണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തും. ഇന്ന് വൈകുന്നേരം മറ്റ് 3 ഇടങ്ങളിൽ കൂടി കലുങ്ക് സൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. നാളെയും പരിപാടി തുടരുന്നുണ്ട്. അത്തരത്തിൽ മണ്ഡലത്തിൽ വിവിധ പരിപാടികളുമായി സുരേഷ് ഗോപി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ നടത്തിയ പരിപാടികളിലൊക്കെ തന്നെ ഈ വലിയ വിവാദങ്ങളും അതിൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം ഇത്തരത്തിൽ ഈ കൊച്ചുവേലായുധന്റെ പരാതി സ്വീകരിക്കാൻ മടിച്ച സുരേഷ് ഗോപി അത് പിന്നീട് വലിയ വിവാദമാകുകയും ഒടുവിൽ അത് കൈപ്പിഴയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അത് പറഞ്ഞ് കൈപ്പിഴയാണ് എന്ന് സംബന്ധിച്ച് 1 മണിക്കൂറിന് ശേഷം നടന്ന മറ്റൊരു പരിപാടിയിലാണ് വീണ്ടും സമാനമായ സാഹചര്യം ഉണ്ടായത്. ആനന്ദവല്ലി എന്ന് പറയുന്ന ഒരു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപക ഇത്തരത്തിൽ ഒരു പരാതിയുമായി എത്തിയപ്പോൾ അവരോട് ഇത്തരത്തിൽ അധിക്ഷേപകരമായ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ ആനന്ദവല്ലിക്ക് പിന്നീട് കരുവന്നൂർ ബാങ്ക് താൽക്കാലികമായി ഒരു 10,000 രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ വിവാദങ്ങളൊക്കെ തന്നെ ഇതിന്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. വിവാദങ്ങളില്ലാതെ കാര്യമായിട്ട് നടക്കട്ടെ. സ്ത്രീകളടക്കമുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നും കലിംഗ് സൗഹൃദ സദസ്സ് നടക്കും. സുരേഷ് ഗോപി എത്തും. ഈ ആൽമരത്തിന്റെയൊക്കെ ചുവട്ടിലിരിക്കുന്ന സമയത്തെ കൂടുതൽ ഓക്സിജൻ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിയും നല്ല ഊർജ്ജവും ഉന്മേഷവും ഒക്കെ കിട്ടും. അപ്പോൾ ആ സദസ്സുകളൊക്കെ നല്ലതാണ്. ആ സദസ്സുകൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. മാത്രമല്ല ഇത്തരം ജനപ്രതിനിധികൾ ജനങ്ങളുമായിട്ട് വന്ന പ്രാദേശിക വിഷയങ്ങൾ സംവദിക്കാനെത്തുന്ന ഈ ചെറു കൂട്ടങ്ങളുണ്ടല്ലോ, അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ഉണ്ടാവണമെന്ന്. പക്ഷെ അവിടെ രാഷ്ട്രീയമോ ആരെങ്കിലും അപഹസിക്കാനോ ഒന്നും പാടില്ല. അതാ അവർ പറയുന്നത് കേൾക്കുക, അതിനോടുള്ള നമ്മുടെ സജഷൻസ് പറയുക. രാഷ്ട്രീയം മാത്രമല്ല ബാക്കിയെല്ലാം അവിടെ സംസാരിക്കണം. അങ്ങനെയല്ലേ ജനങ്ങളും നേതാക്കളും തമ്മിലുള്ള സൗഹൃദം ഉണ്ടാവേണ്ടത്.